സോ ഇന്ന് ഡേ 2 ഇന്ന് കുറച്ച് ലേറ്റായി 8 മണിയായി. സോ നമ്മൾ ട്രാക്കിലേക്ക് ഡയറക്റ്റ് പോകാൻ ഇതേ നമ്മൾ ഇന്നലെ നിന്ന ഹോട്ടൽ ഇതായിരുന്നു. സംഭവമൊക്കെ കൊള്ളാം. ഇവിടെ ഹാപ്പി ഇൻ എന്നാണ് പറയുന്നത്. എന്തൊക്കെ ചെറിയ സീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും നമ്മളെല്ലാം സോൾവ് ചെയ്തു. ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെക്കുക, വീണ്ടും ട്രക്കിൽ കയറ്റും, എല്ലാ സാധനവും ലോഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഡയറക്റ്റ് ടു ട്രാക്ക് പോവാണ്. സോ ഇനി അവിടെ ചെന്ന് കാണാം. നമ്മളിപ്പോൾ റേസ് ട്രാക്കിലാണ്, കുറച്ച് ലേറ്റൊക്കെ ആയിപ്പോയി. പക്ഷേ കുറച്ച് റൗണ്ട്സൊക്കെ എടുത്തു. ബ്രേക്കിംഗ് ഡ്രിൽ ഉണ്ടായിരുന്നു. ബ്രേക്കിംഗ് ഡ്രിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണിച്ചുതരാം. ഞാൻ സെറ്റപ്പ് ഞാൻ പ്രോപ്പറായിട്ട് റേസ് ട്രാക്കിൽ നടക്കുന്ന സംഭവം കാണിച്ചുതരാം. ഇവിടെ എല്ലാവരും നടന്നു, കുറേ പേരൊക്കെ ഉണ്ട്. സോ ബ്രേക്കിംഗ് ഡ്രില്ലാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇതാണ് പിറ്റ് ലൈൻ. ഇവിടെ കുറേ സ്റ്റുഡൻസ് വരും. ഇവിടെ 2 കോൺസ് പ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഈ കാണുന്ന 2 കോൺസ് ഉണ്ടോ? ഈ കാണുന്ന 2 കോൺസിൻ്റെ ഇടയിൽ ബ്രേക്ക് ചെയ്ത് നിർത്തണം. ഹൈ സ്പീഡിൽ വന്നിട്ട് ഹൈ RPM ആൻഡ് അറ്റ് ദ കോൺ ഈ കാണുന്ന ഫസ്റ്റ് കോണിൽ ബ്രേക്ക് ചെയ്തിട്ട് വിത്തിൻ ദാറ്റ് കോണിൻ്റെ ഉള്ളിൽ നിർത്തണം. അവിടെ ഇൻസ്ട്രക്ടർ നിൽക്കുന്ന സെക്കൻഡ് കോണിൻ്റെ ഉള്ളിൽ നിർത്തണം. ഇപ്പോൾ കാണാൻ പറ്റും ഒരു റൈഡർ വരുന്നുണ്ട്. വിൽ സ്റ്റോപ്പ്? ഇല്ല, പാസ് ചെയ്ത് പോയി. സോ അങ്ങനെ നമ്മൾ ബ്രേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യണം. ഹൗ മച്ച് ബ്രേക്കിംഗ് കൊടുക്കണം, ഹൗ മച്ച് ബ്രേക്കിംഗ് ലോഡ് എത്ര കൊടുക്കണം, അത് പ്രോപ്പർലി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഡ്രില്ലാണിത്. സോ മാസ്റ്റർ സിലിണ്ടറിൽ കൊടുക്കുന്ന ടെക്നിക്ക് എന്താ? ടു സ്റ്റെപ്പ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. ലോഡ് ആൻഡ് സ്ക്വീസ് എന്ന് ചിലവരൊക്കെ പറയാണ്ട്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഇൻസ്ട്രക്ടർ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സ്കൂൾ. സോ ഇങ്ങനെ ഇത് ചെയ്യുന്നതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഇൻ ടൈംസ് ഓഫ് ഹാർഡ് ബ്രേക്ക് ചെയ്യേണ്ടി വന്ന ഒരു കോർണറിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് എവിടെ നിർത്തണം, എവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യണം, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആ ഡ്രില്ലിൻ്റെ ഉദ്ദേശം. ഓരോ ഡ്രിൽസ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ട്രാക്കിൽ ഹെൽപ്ഫുള്ളാണ്, യൂസ്ഫുൾ ആകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ട്രാക്കിൽ ഓരോ സിനാരിയോ നമ്മളിവിടെ പിറ്റിൽ സിമുലേറ്റ് ചെയ്യുവാണ്. അതിനാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് കുറച്ച് ബെറ്ററായിട്ട് ബ്രേക്കിംഗ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൺട്രോളൊക്കെ കിട്ടും. അങ്ങനെയാണ് ട്രാക്ക് റൈഡിങ് പഠിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഇറ്റ്സ് എ സ്ലോ സ്റ്റെപ്പ്, പക്ഷേ ദിസ് ഇസ് ദ വേ ടു ഡു ഇറ്റ്. സോ നമ്മൾ കുറച്ച് ഇതൊക്കെ പുഷൊക്കെ ചെയ്ത് നോക്കി, ചെറിയ രീതിയൊക്കെ പുഷ് ചെയ്ത് നോക്കി. എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് ചെയ്യാം. സോ ഈ ട്രാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വന്ന് ഈ ട്രാക്ക് സെഷൻസിലൂടെ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒപ്പീനിയൻസ് കിട്ടും. ഡയറക്റ്റ് നാഷണൽ ചാമ്പ്യൻസ്, അങ്ങനത്തെ ടീം ലീഡേഴ്സ്, അവരൊക്കെ വന്ന് നമുക്ക് അഡ്വൈസ് തരുന്നതാണ്. എങ്ങനെയുണ്ടായി നമ്മുടെ റൈഡ്, നമ്മുടെ മിസ്റ്റേക്സ്, നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് അതൊക്കെ ക്ലാരിഫൈ ചെയ്തു. സോ അത് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു സംഭവം, എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കും. ചതിച്ചു മഴ, കൊടും മഴ, ട്രാക്കിൽ പണി വാളി മക്കളെ, കൊടും മഴ. പേമാരിയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ മഴ കോയമ്പത്തൂർ പെയ്തണ്ടാന്ന് എനിക്ക് സംശയമുണ്ട്. കൊടും മഴ, പണി വാളി, എന്തൊക്കെ എഴുതും നമ്മൾ പറഞ്ഞത്. സോ ഇന്നത്തെ ടെസ്റ്റിങ്ങും നമ്മുടെ തൃപ്തിയായിരിക്കുവാണ്. ഇനി വല്ല പയ്യെ വണ്ടിയൊക്കെ പണി നോക്കാം. സോ ബ്രേക്കിംഗ് ഡ്രില്ലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടൊക്കെ ചെയ്ത് എല്ലാം പഠിച്ചെടുത്തു. അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ആശയം പറഞ്ഞത്. സന്തോഷമുണ്ട്. സോ പക്ഷേ ഇത് ഈ മഴ പെയ്താൽ ഇപ്പോൾ പ്രശ്നമായത്. ട്രാക്ക് കംപ്ലീറ്റ്ലി വെറ്റായി വീണ്ടും. സോ ഒരു വെറ്റ് ട്രാക്കിൽ നമ്മുടെ ഈ ടയേഴ്സൊക്കെ ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഹാർഡ് ബ്രേക്കിംഗ് ഉപയോഗിക്കുവാണെങ്കിൽ, പ്രാക്ടീസ് ഇല്ലാത്തവരാണെങ്കിൽ, എനിക്കും വലിയ പ്രാക്ടീസില്ല വരില്ല, പക്ഷേ ഞാൻ 2-3 ട്രാക്ക് ഡേയ്സ് വെറ്റ് ട്രാക്ക് ഡേയ്സ് ഞാൻ ഓടിച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ രീതിയിലൊക്കെ, അധികം വലിയ പുഷൊന്നും ചെയ്തില്ല, പക്ഷേ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഈ വണ്ടി ഇറക്കുവാണെങ്കിൽ ഈ വണ്ടി എന്തായാലും ഞാൻ വീഴുമെന്ന് ഉറപ്പാണ്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ചൊരു ബ്രേക്ക് എടുക്കുക. സെഷൻ എന്താവുന്നൊരു തീരുമാനം വരില്ല. ചിലപ്പോൾ 4 മണി, ഇപ്പോൾ വെയിലൊക്കെ സ്കൈസൊക്കെ ക്ലിയറായി തുടങ്ങി, ഇപ്പോൾ കാണാൻ പറ്റും, നല്ല സണ്ണൊക്കെ ഉണ്ട്. സോ ഇനി ചിലപ്പോൾ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഒരു 4 മണി കഴിയുമ്പോഴേക്കും എല്ലാം സെറ്റായി കഴിഞ്ഞാൽ ട്രാക്ക് വിൽ ബി ഓപ്പൺ ആയി. അപ്പോൾ വീണ്ടും നമുക്ക് ചെറുതായി പുഷ് ചെയ്യാം. ഇതാണ് പ്രശ്നം. നമ്മൾ ആ ഫ്ലോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വി കാൺട്ട് ഗെറ്റ് മോർ. ഇപ്പോൾ ഞാൻ ഒന്ന് പുഷ് ചെയ്ത് പയ്യെ ഞാൻ സസ്പെൻഷനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരിക, പേസ് കൂട്ടിക്കൊണ്ടുവരിക, ടൈമിങ്സ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക. സോ ഇപ്പോൾ ട്രാക്ക് കുറച്ച് വലുതായി, അതുകൊണ്ട് ടൈമിങ്സൊക്കെ ഒരു ബെഞ്ച് മാർക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ വർഷം ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക. പിന്നെ ലൈൻസ് ആണെങ്കിലും കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് സെറ്റായിക്കൊണ്ടിരിക്കില്ല. സോ ട്രാക്കിൽ വരുന്ന വണ്ടികളൊക്കെ കാണിച്ചാൽ വൈഡ് വെറൈറ്റി ഓഫ് വണ്ടി. മിക്കതും 150 to 300, 400 ആ ക്ലാസ്സിലത്തെ വണ്ടികളാണ് മിക്കതും. ചില 790 ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുറേ വണ്ടികളുണ്ട്, സൂപ്പർ ബൈക്സ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇത് കാരി മോട്ടോർ സ്പീഡ് കുറച്ച് ചെറിയ ടെക്നിക്കൽ ട്രാക്കായുണ്ട്. ടെക്നിക്കൽ ട്രാക്ക് എന്ന് വെച്ചാൽ കൂടുതൽ കോർണേഴ്സ്, കുറച്ച് ടൈറ്റ് കോർണേഴ്സൊക്കെ, അധികം സ്പീഡ് ക്യാരി ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കോർണേഴ്സൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ബിഗ്ഗർ ബൈക്സൊക്കെ കൊണ്ടുവരാൻ കുറച്ച് ഒരു ഫൺ ഉണ്ടാവില്ല. MMRT ആണെങ്കിൽ കൂടുതൽ. പക്ഷേ ദിസ് ടൈം കാരി കുറച്ച് അവർ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. 2 കോർണേഴ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ കോർണേഴ്സൊക്കെ വൈഡർ ആക്കിയിട്ടുണ്ട്. സംഭവം കൊള്ളാം. അപ്പോൾ പിന്നെയുള്ള വണ്ടികളൊക്കെ ഹേബൂസിയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ട്രാക്കിൽ പറ്റിയൊരു വണ്ടികളത് ഹൈപ്പർ ബൈക്കൊക്കെ ഇവിടെ കൊണ്ടുവന്നുണ്ട്. സംഭവം കൊള്ളാം. സോ ഇപ്പോൾ നല്ല വെയിലായി. ഇവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് തീരെ പിടിക്കുന്നില്ല. മഴയും വെയിലും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയാണ് ക്ലാസ് നടക്കുന്നത്. ഇത് നമ്മുടെ ഇൻസ്ട്രക്ടറാണ്. സോ ഇതാണ് ക്ലാസ് റൂം.
ഇവിടെയാണ് നമ്മളെ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ സെക്ഷനും ഡ്രിൽസൊക്കെ നമ്മൾ ആദ്യം പ്രീ പ്ലാൻ ചെയ്ത് പഠിപ്പിക്കും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എംഫസൈസ് ചെയ്യുന്നത്, ഒരു ഇൻസ്ട്രക്ടറും കൂടെ ഉണ്ടാവും. എന്നിട്ട് ഇൻസ്ട്രക്ടർ നമ്മൾ എല്ലാം വിഷ്വലി ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ എറേഴ്സ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ആഫ്റ്റർ ട്രാക്ഷൻസ് നമ്മളെ വീണ്ടും ഇവിടെ എത്തിയിട്ട് ക്ലാസ് എടുക്കും, എന്തൊക്കെ നമ്മൾ മിസ്റ്റേക്സ് ചെയ്ത് എന്തൊക്കെയാണ്, എന്നിട്ട് നമ്മൾ കറക്ഷൻസ് എന്തൊക്കെ ചെയ്യേണ്ടത് എല്ലാം പഠിപ്പിച്ചു തരും. സോ ഇന്ന് എൻഡ് ഓഫ് സെഷനായി, നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിച്ച റേസ് സ്റ്റാർട്ടൊക്കെ പഠിച്ചു. ഹൗ ടു സ്റ്റാർട്ട്, ഒരു റേസ് സ്റ്റാർട്ടിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, വണ്ടി റേസ് ഗ്രിഡിൽ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ലോഞ്ച് ചെയ്യേണ്ടത്, ആ ലോഞ്ചിങ് പ്രോസസ്സാണ് പഠിച്ചു. കുറച്ച് ടൈമേ എടുത്തുള്ളൂ, അധികം ചെയ്തുകൊണ്ട് ഇന്നത് ക്ലച്ച് കത്തി വണ്ടി പിന്നെ ഓടാണ്ടാവും. സോ ഫ്യൂ ടൈംസ് എടുത്ത് അപ്പോൾ ഒരു പ്രോപ്പർ നാക്ക് ടു ഇറ്റ് ഉണ്ട്. സോ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം, എങ്ങനെ ഹൗ ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് രീതി ചെയ്യാം. പക്ഷേ പ്രോപ്പർ പ്രാക്ടീസ് ഇങ്ങനെ ഒരു കൺട്രോൾഡ് എൻവയൺമെൻറ്റ് തന്നെ വന്ന് ചെയ്യേണ്ടതാണ്. നമ്മുടെ ട്രാക്ക് ബൈക്കൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് 2 days ഫുൾ പ്രാക്ടീസ് ഉണ്ട്. സോ നമുക്ക് ബേസിക്കൊക്കെ പഠിച്ചെടുത്തു. ഇന്ന് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ടീം RAC കണ്ടക്ട് ചെയ്യുന്ന ട്രാക്ക് അക്കാഡമി സെഷൻസ് ആണിത്. സോ അവർ ബേസിക് പഠിപ്പിച്ച വാട്ട് ഹാപ്പൻസ് ഇൻ എ റേസ് ട്രാക്ക്, ഹൗ ടു സ്റ്റാർട്ട് റേസിങ്ങിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പഠിപ്പിച്ചു തരും. ബേസിക്സ്, അതായത് ത്രോട്ടിൽ കൺട്രോൾ, ബോഡി പൊസിഷൻ, ബ്രേക്കിംഗ്, അതേപോലെ കൗണ്ടർ സ്റ്റിയറിംഗ്, ഇതൊക്കെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഇതൊക്കെ പഠിച്ചെന്നാൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഒറ്റ ക്ലാസ് അറ്റൻഡ് ചെയ്ത കാര്യമില്ല. ഇത് 2 day കോഴ്സാണ്. 2 day മാത്രമേ ഉള്ളൂ ഈ റേസിംഗ് പഠിക്കാൻ. നമ്മൾ അത്ര കഷ്ടപ്പാടൊന്നുമില്ല, വേറെ കോഴ്സസ് പോലൊന്നും അധികം ടൈമൊന്നും എടുക്കില്ല. ആകെ 2 days എടുക്കുള്ളൂ. അത് പഠിച്ചിട്ട് പിന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു യൂസ് ഇറ്റ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് യു ഹാവ് ടു ഇംപ്രൂവ് അവർ സെൽഫ്. അങ്ങനെയാണ് നമുക്ക് ഫാസ്റ്റ് ലാപ്പ് ടൈം കിട്ടുന്നത്. സോ ഞാൻ ഈ സ്ഥലമൊന്നും കാണിച്ചിട്ട് കാര്യമോട്ട സ്പീഡ് വേ എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക്. ഇപ്പോൾ ടൈം ഒരു 6:30 സമയമുണ്ട്, പക്ഷേ സ്റ്റിൽ എന്താ പറയുക, നല്ല വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ ഇറ്റ് ലുക്സ് ഗുഡ്. അടിപൊളി സീനിക് ബ്യൂട്ടിയാണ്. ആൻഡ് നമ്മുടെ ബൈക്ക് ഒരു ഐ ക്യാൻഡിയാണ്. എല്ലാവരും വന്ന് നോക്കി പോകുന്നുണ്ട്. എല്ലാവരും ഓടിച്ച് നോക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറയണം. ഓടിച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നൊക്കെ സെറ്റപ്പ്, ദ ബൈക്ക് സെറ്റപ്പ് ഈസ് പെർഫെക്റ്റ്. അപ്പോൾ ഇന്ന് Day 3 ആണ്. സോ ഇന്ന് ചെറുതായിട്ട് പുഷ് ചെയ്യാൻ പോവാണ്. 2 ദിവസം നമ്മൾ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് വണ്ടിയുടെ സെറ്റപ്പൊക്കെ നോക്കി. ഇറ്റ്സ് വർക്കിംഗ് ഫൈൻ. എല്ലാ സാധനവും ഓക്കെയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സെറ്റപ്പ് ഐ എം ഫൈൻ വിത്ത് ദ സെറ്റപ്പ്. എനിക്ക് കംഫർട്ടബിളാണ് വണ്ടി. സസ്പെൻഷൻ ഈസ് ഓൾസോ ഗുഡ്. ട്രാക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായി വന്നു. കുറച്ചും കൂടി ലൈൻസൊക്കെ കുറച്ച് സെറ്റ് ആകാനുണ്ട്. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. കുറച്ച് ന്യൂ ലേ ഔട്ടാണ്, പിന്നെ 1.5 കൊല്ലം ഓടിച്ചിട്ട്. സോ ഇപ്പോൾ എല്ലാം സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് തൊട്ട് പുഷിങ് ആണ്. അപ്പോൾ ഇന്ന് തൊട്ട് കുറച്ച് രീതി ക്രാഷസ് ഒക്കെ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്നാലും ഹോപ്പ് ഫോർ ദ വേസ്റ്റ്. എന്നിട്ട് എല്ലാം സംഭവം നടക്കട്ടെ എന്ന് ചോദിക്കാം. സോ നമ്മളിന്ന് ട്രാക്ക് റൂട്ട് പോകാം. കുറച്ച് ലേറ്റായി, 8 മണിയായി. 7:30 പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഇത് 1/2 മണിക്കൂർ ഇപ്പോഴേ ലേറ്റാണ്. പക്ഷേ ഫോർ പ്രാക്ടീസ് ആയതുകൊണ്ട് ഇറ്റ് ഷുഡ്ന്റ് ബി ആൻ ഇഷ്യൂ. സോ നമുക്ക് പോവാം. സോ നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. നല്ല രീതിയിൽ ലേറ്റായി. സോ അവിടെ ചെന്നിട്ട് നല്ല തെറി വെക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഫുഡാണ് ഇമ്പോർട്ടൻറ്റ്. വെറും വയറ്റിൽ പോയി ഓടിക്കുവാണെങ്കിൽ കോൺസെൻട്രേഷൻ ഒന്നും സെറ്റായില്ല. നമുക്ക് പ്രോപ്പർ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അങ്ങനെ ചെയ്യണ പോലെയൊന്നുമല്ല. ട്രാക്കിൽ പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ ടൈം ഹൈഡ്രേഷൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഇവിടെ സൈഡിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ദോശയെങ്കിലും കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഇവിടെയാണ് അണ്ണാ ഹോട്ടലിൽ ഇതിലൊക്കെ ഫുഡ് അടിക്കുക. സോ ചെറിയൊരു സീൻ കിട്ടി കഴിഞ്ഞു. എൻ്റെ ഗ്ലൗസ് കാണുന്നില്ല. എൻ്റെ ഷിമ STR2 ഗ്ലൗസ് ഉണ്ടായിരുന്നു. അത് ഇത് ട്രാക്ക് സ്ട്രീറ്റ് പർപ്പസിന് ഉപയോഗിക്കാം. സ്പോർട്ട് ടൂറിങ് ഗ്ലൗസ് ആയിരുന്നു. പക്ഷേ ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ട്രാക്ക് പർപ്പസ്. നല്ല കംഫർട്ടബിൾ ഗ്ലൗസ് ആയിരുന്നു. കുഴപ്പമില്ലാത്ത ഫീഡ്ബാക്ക്. പക്ഷേ ദ ഇഷ്യൂ വാസ് വിത്ത് ഇറ്റ് കുറച്ചൊരു ടൈറ്റ് അഗ്രസീവ് ഫിറ്റ് ആയിരുന്നു. ബട്ട് നൗ അത് കാണുന്നില്ല. ആരോ കട്ടുകൊണ്ട് പോയി ഗൈസ് എന്നാണ് തോന്നുന്നത്. സാധനം പോയിരിക്കുവാണ്. അപ്പോൾ ഇവിടെ ട്രാക്കിൽ, എസ്പെഷ്യലി ട്രാക്കിലൊക്കെ വരുമ്പോൾ എല്ലാ സാധനം സൂക്ഷിച്ച് വെക്കുക. ഞാൻ എൻ്റെ ബൈക്കിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത്. എന്നിട്ട് എൻ്റെ മെക്കാനിക്കൽ കാറിൻ്റെ ബാക്ക് ബെഡിൽ വെച്ചതാണ്. ഇപ്പോൾ കാണുന്നില്ല, സംഭവം കാണുന്നില്ല. ഇന്നത്തെ തൊട്ട് ഇങ്ങനെ സെർച്ചിങ് കഴിയും. ഇന്ന് വിചാരിച്ചു അത് ചിലപ്പോൾ ഉള്ളിൽ ചെന്ന് എല്ലാം കിട്ടാൻ സാധ്യത ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇറ്റ് ഇസ് നോ വേ ടു ബി ഫൗണ്ട്. നമ്മൾ പോസ്റ്റാണ്, കംപ്ലീറ്റ്ലി പോസ്റ്റാണ്. പക്ഷേ നമുക്ക് വേറെ ഗ്ലൗസ് ഉള്ളതുകൊണ്ട് സീനില്ല. സോ നമ്മുടെ ചെയിൻ കുറച്ച് ലൂസായി. ആഫ്റ്റർ കണ്ടിന്യൂസ് റൈഡിങ് ഫോർ 2 days നമ്മുടെ ചെയിനിൽ പൊടി സ്ലാക്ക് ഉണ്ട്. ആ സ്ലാക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇന്ന് ട്രാക്കിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ടയർ പ്രഷർ ഒന്നും കൂടി ചെക്ക് ചെയ്യുകയാണ്. എല്ലാം പ്രോപ്പർ സെറ്റിങ്ങിലാണ് ഇരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. സോ ഇപ്പോൾ ഒരു ടയർ പ്രഷർ ടൂൾ കിട്ടിയിട്ട് നമുക്ക് നോക്കട്ടെ. 21 ആക്കും. സോ ഇപ്പോൾ ടയർ പ്രഷർ കുറച്ച് കൂടിയാണ് കിടക്കുന്നത്, 23 കിടക്കുന്നത്. അപ്പോൾ ഹോൾ ടയർ പ്രഷർ നമുക്ക് 21-ലോട്ടാക്കാം. സോ നമ്മളിപ്പോൾ 21 ടയർ പ്രഷർ വെച്ചിട്ടുണ്ട്. ബാക്ക് ടയർ. അപ്പോൾ ബാക്ക് ടയർ ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഫ്രണ്ട് ടയറാണ് കൂടുതൽ ബ്രേക്കിംഗ്, എല്ലാം ലോഡ് വരുന്ന വൈഡ് പാച്ച് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ടയറിലാണ് നമ്മൾ ശരിക്കും കുറച്ചും കൂടി അടിക്കേണ്ടത് പ്രഷർ. ബാക്ക് ടയർ അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ജസ്റ്റ് മൂവ് ദ വെഹിക്കിൾ. ഇങ്ങനത്തെ സെറ്റപ്പിലാണ് മിക്കവരും ഇവിടുത്തെ റേസേഴ്സൊക്കെ മിക്കവരും ഈ സെറ്റപ്പിൽ അറേഞ്ച് ചെയ്യുന്നത്. സോ ഫ്രണ്ട് ടയറും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി ടൈം വേസ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നില്ല. നമ്മൾ വേറെ സ്പെയർ ഗ്ലൗസ് എടുത്ത്, ഷീൽഡിൻ്റെ ഗ്ലൗസാണ്. കുഴപ്പമില്ല, നല്ല സീനില്ല. മറ്റേ ഗ്ലൗസ് പോയതിൻ്റെ വിഷമമുണ്ട്. ഇത് കുറച്ചും കൂടി ഹാർഡറാണ്. പക്ഷേ ഇറ്റ് വിൽ ഡു. നമുക്ക് ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ റിവ്യൂവും പറയുന്നതാണ്.
ബാക്കി നമ്മൾ വണ്ടിയിൽ മൊത്തം ക്യാമറാസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. 3 ക്യാമറാസ് ഓൺ ദ ഹെൽമെറ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു, അതേപോലെ ടെയിൽ പീസിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു. സോ കുറച്ചും കൂടി നല്ല ഫുട്ടേജസ് ഒക്കെ എടുക്കാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫുട്ടേജസ് എവിടെ. കാരണം ആദ്യത്തെ ഫ്യൂ സെഷൻ നമ്മൾ ഫുട്ടേജസ് ഒന്നും എടുത്തില്ല. കാരണം ഐ വാസ് ഫോക്കസിങ് ഓൺ റൈഡിങ്, പ്രോപ്പറായിട്ടൊന്ന് റൈഡ് ഗെറ്റിംഗ് ബാക്ക് ആ ഫോം കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചു ഓടിക്കില്ലായിരുന്നു. സോ ഇനി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. സോ ഉച്ചയ്ക്ക് ഒരു നല്ല സെഷൻ ചെയ്തു, കുഴപ്പമില്ലാണ്ടൊക്കെ ഓടിച്ചു, കുഴപ്പമില്ലാണ്ടൊക്കെ കോൺട്രോൾ ചെയ്തു. കുറച്ച് സെക്ഷൻസിലൊക്കെ കുറച്ച് മഡ് അങ്ങനെ കുറച്ച് ഗ്രൈവിലൊക്കെ കിടക്കുന്നുണ്ട്. ലാസ്റ്റ് C10 ആ സെക്ഷനിലൊക്കെ കുറച്ച് ട്രിക്കിയാണ്, മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വൈഡറായിട്ടൊക്കെ പോകേണ്ടി വരും. സോ അത് ഗെറ്റിങ് യൂസ് ടു ഇറ്റ്, അത് മാത്രമേ ഇപ്പോഴത്തെ പ്രശ്നമുള്ളൂ. പക്ഷേ അതർ ദൻ ദാറ്റ് ദ ബൈക്ക് ഈസ് ഗുഡ്. ഐ എം വെരി ഹാപ്പി വിത്ത് ദ മോട്ടോർ സൈക്കിൾ. നമ്മുടെ വണ്ടി ട്രാക്സിലെ ട്രാക്ക് ബിൽഡ് ഈസ് ഔട്ട് പെർഫോമിങ്, അങ്ങനെ വെരി ഗുഡ് ആയിട്ട് സസ്പെൻഷൻ സെറ്റപ്പ് ഈസ് ബ്രില്യൻറ്റ്. എനിക്കത് എത്ര പറഞ്ഞാലും എന്താ മതിയായില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയലി ഗുഡ് സെറ്റപ്പ്. ഞങ്ങൾ കഷ്ടപ്പെട്ടതിനൊക്കെ എന്താ പറയുക, ദ ബെനിഫിറ്റ്സ് നമ്മളിപ്പോൾ സീ ചെയ്യുന്നുണ്ട്. അടിപൊളി സെറ്റപ്പാണ്, ഒന്നും പറയാനില്ല. വണ്ടി വെറും ചില്ലിങ് ആണ്, ഒരു രക്ഷയില്ല. അടിപൊളി ബ്രേക്സ്, അടിപൊളി സസ്പെൻഷൻ, അടിപൊളി ടയേഴ്സ്. ഇപ്പോൾ മെറ്റ്സിലർ സ്പോർട്ടെക് M5 ടയേഴ്സിന് ഗ്രിപ്പ് വരാത്ത പോലെ എന്ന് പറഞ്ഞാൽ ഏവോൻ്റെ 3D അൾട്ര ഇസ് ദാറ്റ് ഗുഡ്. ഇപ്പോൾ ഞങ്ങളുടെ ശരത് സാർ വന്ന് ഫീൽ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ടയർ ഏവോൺ ടയറിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ടയറും കൂടി ഇടാം. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഏവോൺ ടയറിൻ്റെ ബാക്കിൽ 150 ഫ്രണ്ടിൽ 120 വാസ് അവൈലബിൾ, പക്ഷേ 120 ഇടാത്തതിൻ്റെ മെയിൻ റീസൺ അത് ബിഗർ ടയർ ആകുമ്പോൾ സ്റ്റിയറിംഗ് ഹെവി ആവും. ഞങ്ങളുടെ മെയിൻ പേർപ്പസ് ഓഫ് ദിസ് ബിൽഡ് വാസ് ടു ഗോ ഫാസ്റ്റർ ടേൺസ്, ഹയർ സ്പീഡ്സ് എടുക്കാൻ വേണ്ടി ഭയങ്കര നിമ്പിൾ ആക്കാനാണ് ഞങ്ങൾ നോക്കിയത്. സോ അതിനുവേണ്ടി ഒരു തിന്നർ സെക്ഷൻ ആയിരുന്നു. 3.5 ഇഞ്ചസാണ് ഫ്രണ്ട് അലോയ്. സോ ആ 3.5 ഇഞ്ചസ് അലോയ്ക്ക് പറ്റിയ ടയർ സൈസ് 110 തന്നെയാണ്. സോ ആ 110 ടയറിൽ ഏറ്റവും നല്ല ടയർ ഞങ്ങൾ നോക്കിയിട്ട് അവൈലബിൾ അറ്റ് ദാറ്റ് ടൈം ഓഫ് പർച്ചേസിൽ കിട്ടിയത് മെറ്റ്സിലർ സ്പോർട്ടെക് M5 H റേറ്റഡ് കൂടിയ. സോ അത് എത്രയൊക്കെ പോയാൽ അപ്പോൾ W റേറ്റഡ് മെറ്റ്സിലർ സ്പോർട്ടെക് M5 തന്നെ വേണം, അത്രയേ ഉള്ളൂ. അതും കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏവോൻ്റെ 110 ടയർ സെക്ഷൻ ഒപ്പിക്കണം, എന്നാൽ നമുക്ക് സെറ്റാക്കാം. Day 3 കംപ്ലീറ്റ് ചെയ്തൊരു എൻഡ് ഓഫ് സെഷൻ ആയി കഴിഞ്ഞു. നമ്മൾ അടിപൊളിയായിട്ട് ഓടിച്ചു. ഇന്ന് ഞാൻ കുറച്ചധികം പുഷ് ചെയ്തു, കുറച്ചധികം എന്താ പറയുക ടയേഴ്സിൻ്റെ ലിമിറ്റ്സ് വരെ ചെറിയ പുഷ് ചെയ്ത് നോക്കി. ഇറ്റ്സ് ഗുഡ്. ദ മോട്ടോർ സൈക്കിൾ നമ്മൾ പണ വണ്ടിയാണെന്നുകൊണ്ട് പറയുമല്ലോ, വണ്ടി അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. സസ്പെൻഷൻ സെറ്റപ്പ് ആയാലും ബ്രേക്സ് ആയാലും എവറിത്തിങ് എന്താ ഒന്നിനൊന്ന് മെച്ചമായിട്ടിരിക്കുന്നു. ഏതാണ് ഈ വണ്ടിന് ഇപ്പോൾ ആകെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് ഞാനാണ്. ഇപ്പോൾ നാളെയും കൂടി ഒരു ദിവസമുണ്ട്, 4 ദിവസം ഓൾ ഔട്ട് ഓടിക്കുകയാണ്. സോ ഞാൻ എൻ്റെ ട്രാക്ക് ഡേയ്സ് പേസ് ചെയ്ത് വരിക. ജസ്റ്റ് ചെറിയ സ്റ്റെപ്സ് ആയിട്ട് ചെറിയ രീതിയിൽ പുഷ് ചെയ്ത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ മോട്ടോർ സൈക്കിൾ. കുറച്ച് ലിമിറ്റ്സ് ആ ലൈൻസ് എടുക്കേണ്ടത് ഏതൊക്കെയാണ് എന്നൊക്കെ എടുത്ത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇനി നാളെ Day 4 നമ്മൾ ഓൾ ഔട്ട് പോവാണ്, ഫുൾ ത്രോട്ടിൽ ഓൾ ദ ടൈം, മോസ്റ്റ് ഓഫ് ദ ടൈം. സോ നമുക്ക് സെറ്റാക്കാം. ഇന്ന് Day 4 ഫൈനൽ ഡേ ഓഫ് പ്രാക്ടീസ് ആണ്. സോ ഇന്നലെ നമ്മൾ ചെറുതായിട്ട് നല്ല രീതിയിലൊക്കെ പുഷ് ചെയ്ത് കുറേ കോർണേഴ്സൊക്കെ അടിപൊളിയായിട്ട് എടുത്തു, അതിൻ്റെ ലൈൻസൊക്കെ പ്രോപ്പർ സെറ്റായി. സോ ഇന്ന് Day 4 ഫുൾ ഔട്ട് ഓൾ ഔട്ട് പുഷിങ് ആയിരിക്കും. എങ്ങനെ ഉണ്ടാവുമെന്ന് യാതൊരു പിടിയില്ല, പക്ഷേ ഐ ആം കോൺഫിഡൻറ്റ് ടു പുഷ് ദ മോട്ടോർ സൈക്കിൾ. ഇപ്പോൾ നേരത്തെയൊക്കെ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു. ഐ വാസ് നോട്ട് കോൺഫിഡൻറ്റ്. ഇത്രയും ഒരു ലോങ് ബ്രേക്ക് എടുത്തിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും റേസ് ട്രാക്ക് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗെറ്റിംഗ് യൂസ് ടു ദ ബൈക്ക്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ബൈക്കിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു RC3 ആയിട്ട് എത്രയൊക്കെ ഇൻപുട്സ് കൊടുക്കണം, ഏതൊക്കെ കൊണ്ട് എങ്ങനെയൊക്കെ പുഷ് ചെയ്യണം, അതൊക്കെ സെറ്റായി. സോ നമുക്ക് റേസ് ട്രാക്കിലോട്ട് പോകാൻ മുമ്പ് ചെറിയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സോ സമയം ഇപ്പോൾ ഏകദേശം 8:30 കഴിഞ്ഞു. നമ്മളൊന്ന് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നാൽ. സോ 2 ദോശ കഴിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ട്രാക്ക് പോകാം. നമ്മൾ ട്രാക്കിലെത്തി. സോ ഇന്ന് ഫൈനൽ ഡേ ഓഫ് പ്രാക്ടീസ്, ഫൈനൽ ഡേ ഓഫ് ട്രാക്കാണ്. ഇന്ന് നമ്മൾ ഓൾ ഔട്ട് പുഷ് ചെയ്യുകയാണ്. സോ അതിന് മുമ്പ് ചെറിയൊരു അപ്ഡേറ്റ്. ഇന്നലെ നല്ല ഹെവി റെയിൻസ് ആയിരുന്നു കോയമ്പത്തൂർ. അപ്പോൾ നമ്മുടെ ട്രാക്കിൻ്റെ C10 സെക്ഷൻ അവിടുത്തെ ഒരു റൈറ്റ് ഹാൻഡ് ടേൺ ഉണ്ട്, അവിടെ കുറച്ച് ഈ ചെളിയും മണ്ണൊക്കെ വന്ന് കൂടിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ടാങ്കർ പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്കത് വെള്ളം വെച്ച് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അത് ഈ സണ്ണും ഈ ചൂടും ഈ ഹ്യൂമിഡിറ്റിയും ഇവിടെ വെച്ച് ക്ലിയർ ആയി പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ അത് കഴിഞ്ഞ ഉടനെ സെഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ അതിന് മുമ്പ് നമുക്ക് ഗിയർ അപ്പ് ബാക്കി വണ്ടിയുടെ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നുകൂടി ഒരു ഫൈനൽ ചെക്ക് ഇൻസ്പെക്ഷൻ ഇരിക്കാൻ. സോ അതൊക്കെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വി ആർ ഗോയിങ് ഓൾ ഔട്ട്. സോ കുറച്ച് പേരൊക്കെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ നാട്ടിൽ നിന്ന് വന്നിട്ട് കാണാൻ വേണ്ടി. ഞാൻ പറഞ്ഞത് ഐ എം ടേക്കിംഗ് ഇറ്റ്, ഐ എം പുഷിങ് ദ ബൈക്ക്. കുറച്ച് നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി ക്യാമറയ്ക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. സോ ഇവിടെ ട്രാക്ക് പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് എല്ലാം മോട്ടോർ സൈക്കിൾസൊക്കെ ഫോമൊക്കെ ഇട്ടേക്കുവാണ്. സോ കുറച്ച് ഡിലേ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ക്ലാസ് സെഷൻ ബ്രീഫിംഗ് കൊടുക്കുന്നുണ്ട്. ഒരു കൗണ്ടർ സ്റ്റിയറിംഗ് ടെക്നിക് ക്ലാസ് അവിടെ നടത്തിക്കൊണ്ട് കുറേ കോൺസെൻട്രേറ്റ് കൂടി കൗണ്ടർ സ്റ്റിയറിംഗ് അങ്ങനെ ചെയ്യുന്നത്. സോ കൗണ്ടർ സ്റ്റിയറിംഗ് എന്താണ്, ഹൗ ഇറ്റ് വർക്ക്സ്, അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാം IGTV പോസ്റ്റ് ചെയ്ത് അതൊക്കെ കണ്ടു നോക്കാം. എങ്ങനെ വർക്ക് ചെയ്യുക, ദ സയൻസ് ബിഹൈൻഡ് കൗണ്ടർ സ്റ്റിയറിംഗ്, അതിനെക്കുറിച്ചൊക്കെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കയറി കണ്ടു നോക്കാം. സോ വീണ്ടും പണിയാവുന്നതെന്ന് പറഞ്ഞാൽ നല്ല മഴക്കാർ വരുന്നുണ്ട്. കാണുമ്പോൾ ഹൈഡൈനാമിക് റേഞ്ചാണ്, കണ്ടാൽ മനസ്സിലാവും. സംഭവം സീനായി തുടങ്ങുന്നുണ്ട്. ഒന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ അപ്പോൾ തന്നെ മഴ പണി തന്നുകൊണ്ടിരിക്കുവാണ്. സോ ലഞ്ച് സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം
ഹോട്ടാണെങ്കിൽ കുറച്ചും കൂടി ടാമാക്കെ ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. സോ ഇന്നത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. കാര്യം പറയുന്നത് ആദ്യമൊക്കെ മഴ പെയ്തപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇന്ന് ഇറങ്ങാൻ പറ്റുന്നു. പക്ഷേ ആഫ്റ്റർനൂൺ തൊട്ടിട്ട് നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് കൂൾ, പക്ഷേ യെറ്റ് വോം ആയിരുന്നു. അപ്പോൾ നമുക്ക് നന്നായി പുഷ് ചെയ്യാൻ പറ്റി. സോ ദ ബൈക്ക് ഇസ് ഗുഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ ഞാനും നന്നായി പുഷ് ചെയ്തു, കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് ടൈം ഉണ്ടാക്കി. ഇവർ പറഞ്ഞു ഫോർ ന്യൂ ട്രാക്ക് ന്യൂ ടൈം പ്രാക്ടീസിങ് ദാറ്റ് ഈസ് ഗുഡ് ഇനഫ് ആൻഡ് ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. സോ അത് വലിയ സീനൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻഡ് ഓഫ് സെഷനായി, ഇപ്പോൾ കഴിഞ്ഞു, ഇവിടുത്തെ കത്തിക്കൽ കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പുതിയൊരു ട്രാക്കായിരുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്ന ടീം RACR ആ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് തന്നത്. ഇവിടുത്തെ പുതിയ ട്രാക്കാണ്, കാര്യം റീബിൽഡ് ചെയ്താണ്. പണ്ടത്തെ ചെറിയ ട്രാക്കിന് കുറച്ചുകൂടി വലുതാക്കി, കുറച്ചുകൂടി ഫാസ്റ്റ് ഫ്ലോയിങ് ആയി. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സംഭവമൊക്കെ എന്താ പറയുക സെറ്റായി വന്നത്. കുറേ കാര്യമൊക്കെ സെറ്റായി. ബ്രേക്കിങ് കുറച്ചുകൂടി ബ്രേക്കിങ് ലേറ്റ് ബ്രേക്ക് ചെയ്യണം, കുറച്ച് ചെറിയ കാര്യങ്ങൾ കൂടിയൊക്കെ ഉള്ളു ചെയ്യാം. പക്ഷേ ഓൾമോസ്റ്റ് സെറ്റാറായി. ഇനി ഒരു ട്രാക്ക് ഡേ ഒന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഷുവർ ഐ വിൽ ഗെറ്റ് റെഡി, ഞാൻ സെറ്റാവും. അപ്പോൾ ഇനിയൊരു ട്രാക്ക് ഡേ ഞങ്ങൾ വെക്കുന്നുണ്ട്. December 5, 6 ISBക്ക് ഒരു ഇവൻ്റ് ഉണ്ടാവും, ഒരു ചെറിയൊരു ട്രാക്ക് ഡേ ഉണ്ടാവും. ആ ട്രാക്ക് ഡേ എന്തായാലും പോയി അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഫാസ്റ്ററാണ്. ഐ വോണ്ട് ടു ഗെറ്റ് ഫാസ്റ്റ്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് എല്ലാ സാധനമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും, പക്ഷേ എന്നാലും ഐ വോണ്ട് ടു ഗെറ്റ് ഫാസ്റ്റർ ആകാൻ വേണ്ടി ആകെ ഒറ്റ ചീറ്റ് കോഡേ ഉള്ളൂ, പ്രാക്ടീസ് ഹാർഡ്, പ്രാക്ടീസ് എവറി ഡേ ചെയ്യാൻ പറ്റില്ല എന്നാലും, പക്ഷേ എപ്പോഴും ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പ്രാക്ടീസ്. നമുക്ക് ഉണ്ടായിരുന്ന സ്കിൽസ് എന്തായാലും അതൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. അത് പോളിഷ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കത് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പഠിച്ച ചെയ്ത മിസ്റ്റേക്സൊക്കെ ഇവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സൊക്കെ നോട്ട് ചെയ്തിട്ട് പറഞ്ഞുതരും. എന്തൊക്കെ മിസ്റ്റേക്സ്, എന്തൊക്കെ ഇഷ്യൂസ് വിത്ത് ദ കോർണറിങ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എല്ലാം പറഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ബോഡി പൊസിഷൻ അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവായിട്ടാണ്, കുറച്ചുകൂടി എക്സസീവായിട്ടാണ് ഞാൻ ബോഡി പൊസിഷനൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ കറക്റ്റ് ചെയ്യേണ്ട രീതി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഹൗ ടു ഗെറ്റ് ഫാസ്റ്റർ എന്നൊക്കെ പറഞ്ഞത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിനുവേണ്ടി നമ്മൾ വന്നാൽ പഠിക്കാൻ വേണ്ടിയാണ് വന്നാൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ നമുക്കിന്ന് തിരിച്ചു പോകാം. വിഷമമുണ്ട്, ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബീൻ അടിപൊളി. ഒരു ദിവസം കൂടി വേണമായിരുന്നു, ഒരു ദിവസം 5 day ഇവൻ്റ് ആയിരുന്നെങ്കിൽ നല്ലൊരു ടൈം ഉണ്ടാക്കാമായിരുന്നു. നാളെ ഓൾ ഡേ നമുക്ക് അടിപൊളിയായിട്ട് ഓടിക്കാം. ഇന്ന് കുറച്ച് ചെളി മണ്ണൊക്കെ കുറച്ച് ട്രാക്കിലുണ്ടായിരുന്നു, പക്ഷേ അതർ ദാൻ ദാറ്റ് ഇറ്റ് വാസ് പെർഫെക്റ്റ്. സോ ഇന്ന് നമ്മൾ കാര്യം മോട്ടോർ സ്പീഡില്ല, ഇത് നമ്മുടെ ട്രാക്ക് ബൈക്കാണ്, ട്രാക്സില. സോ ഇന്ന് നമ്മൾ ട്രാക്കിൽ വന്നപ്പോൾ കുറേ പേര് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. മിക്കതും ചോദിക്കാണ്ട് ഹൗ ടു സ്റ്റാർട്ട് റേസിംഗ് ഇൻ ഇന്ത്യ. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കയറി കണ്ടു നോക്കുക. അത് കണ്ടിട്ട് കുറേ പേര് ഇന്ന് ട്രാക്ക് റൈഡിങ് പഠിക്കാൻ വന്നു. സോ അതിൽ സന്തോഷമൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യങ്ങളുണ്ട്, ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ഹൗ ടു സ്റ്റാർട്ട് റേസിംഗ്, ഇതിനെക്കുറിച്ചുള്ള കോൺടാക്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ Day 4 ഓഫ് ട്രാക്ക് റൈഡിങ് ഹാസ് ഫൈനലി കം ടു എൻഡ് ഓഫ് സെഷനായി. വണ്ടിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. ഫോർച്യുനേറ്റ്ലി ഈ ട്രാക്ക് ഡേ നമ്മൾ വണ്ടി ക്രാഷ് ചെയ്തില്ല. ആദ്യമായിട്ടാണ്, സാധാരണ എപ്പോഴും ക്രാഷ് ആവുന്നതാണ്. സോ നമുക്ക് സ്പെയർസ് ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. വണ്ടി ഈസ് ഗുഡ്, എവറിത്തിങ് ഈസ് ഗുഡ്, ഐ എം ഫൈൻ, ടോട്ടലി ഫൈനാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ വ്ളോഗ് ഹാസ് കം ടു എൻ എൻഡ്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് അറ്റ് വ്ളോഗിങ്. കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ നടന്നിട്ട് കുറേ എക്സൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താലും മനസ്സിലാവും. ദ പ്യുവർ അഡ്രിനാലിൻ ഫീൽ ഓഫ് ട്രാക്ക് റൈഡിങ്, എത്ര സ്പീഡിൽ റൈഡ് ചെയ്യുന്നു, ബ്രേക്കിംഗ് ഒക്കെ സെറ്റ് ആവുന്നു, അതൊക്കെ നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ, ഹൗ ടു സ്റ്റാർട്ട് റേസിംഗ് ഇൻ ഇന്ത്യ, അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് അത് കയറി ചെക്ക് ചെയ്യുക. IGTVയിലാണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, അത് കയറി കണ്ടു നോക്കാം. സോ ദാറ്റ്സ് എ റാപ്പ്. ഞങ്ങളെല്ലാം സെറ്റായി, എല്ലാവരും ഹാപ്പിയാണ്. അതിന് വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ കുറച്ച് മഴ ഉണ്ടായിരുന്നു, പക്ഷേ എവറിത്തിങ് ഈസ് ഓക്കെ. ദ ട്രാക്ക് ഈസ് റിയലി ഗുഡ്. കുറച്ചൊന്ന് യൂസ് ടു ആയി കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. അപ്പോൾ കുഴപ്പമില്ലാത്ത ടൈമൊക്കെ എടുത്ത് ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ ഓൺ എൻഡിങ് നോട്ട്, താങ്ക് യു ഫോർ വാച്ചിങ്.